നിങ്ങളറിഞ്ഞോ, ലാൽബാഗിൽ ഇപ്പം മാംഗോ ജാക്ക് ഫ്രൂട്ട് മേള നടക്കുവാണ്. മെയ് 30 തുടങ്ങി ജൂൺ 24 വരെയാണ് ആ മേള നടക്കുന്നത്. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി മാങ്ങകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത വെറൈറ്റി മാങ്ങകളാണ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിതുവരെ ജീവിതത്തിൽ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത മാങ്ങകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ജാക്ക് ഫ്രൂട്ടും. പലരും അത് പേരുകളൊക്കെ വായിച്ച് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. ജാക്ക് ഫ്രൂട്ടും അതുപോലെ പല വെറൈറ്റികൾ കാണാൻ പറ്റും. ഫ്ലവർ ജാക്ക് ഫ്രൂട്ട്, നല്ല ഓറഞ്ച് കളറിലുള്ളത്. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം അവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. മാംഗോയുടെയും ജാക്ക് ഫ്രൂട്ടിൻ്റെയും. മാംഗോയുടെ തന്നെ ആണെങ്കിൽ 10 സ്റ്റാളുകളാണ് ജാക്ക് ഫ്രൂട്ടിനുള്ളത്. മാംഗോക്കുള്ളത് 80 സ്റ്റാളുകളാണ് മാംഗോക്ക് വെച്ചിരിക്കുന്നത്. ഒരു 45-50 ഇനം മാങ്ങയുടെ സാമ്പിളാണ് അവിടെ നമ്മളെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാം ഒന്നും വിൽപ്പനയ്ക്കില്ല. 12 ഇനം മാത്രമേ വിൽക്കാൻ വെച്ചിട്ടുള്ളൂ. നമുക്കവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വാങ്ങിക്കാം. പല വെറൈറ്റി മാങ്ങകൾ നമുക്കവിടെ കാണാൻ പറ്റും. പലരും വാങ്ങിയില്ലെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ മാങ്ങയുടെ കുറച്ച് പ്രോഡക്റ്റും അവിടെ വെക്കുന്നുണ്ട്. അതും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി വാങ്ങാവുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് കുറേ അങ്ങോട്ട് നടന്നു. ഇങ്ങനെ നടക്കുന്നതിന് നല്ല ജാക്ക് ഫ്രൂട്ടിൻ്റെ മണം വരാൻ തുടങ്ങി. അപ്പം ജാക്ക് ഫ്രൂട്ട് എവിടെ ആ സ്റ്റോളെന്ന് നോക്കി നടന്ന് അവസാനം ജാക്ക് ഫ്രൂട്ടിൻ്റെ സ്റ്റോളിലെത്തി. അവിടെ ജാക്ക് ഫ്രൂട്ടിന് മാത്രമല്ല, ആദ്യം കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ജാക്ക് ഫ്രൂട്ടിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്, ചിപ്സും അങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ വിൽക്കുന്ന കാണാം. പിന്നെ മുന്നോട്ട് കടന്നപ്പം ജാക്ക് ഫ്രൂട്ട് അത് വേണ്ടവർക്ക് അതനുസരിച്ച് കൊടുക്കും, മുറിച്ച് വേണ്ടവർക്ക് മുറിച്ച് കൊടുക്കും. അതല്ല ഫുള്ളായിട്ട് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ ഫുള്ളായിട്ട് വാങ്ങിക്കാം. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് അവരൊരു ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് തരും. അത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ തീരുന്നതിനനുസരിച്ച് അവരിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല തിരക്കാണ് അവിടെയും. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു. കുറേ ഇറങ്ങിപ്പോയാൽ ഒരുപാട് നടക്കാനുണ്ട്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. എപ്പോഴും മാളിൽ പോയി ആ തിരക്കിൻ്റെ ഇടയിൽ കയറുന്നേക്കാളും നല്ലതാണ് ഇവിടെ നടക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യാൻ. അവർക്ക് ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട്. ശനി ഞായറും ആയാൽ നല്ല തിരക്കാണ്. അങ്ങനെ നമ്മൾ കുറേ നടന്നു. അത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മുന്നോട്ട് കുറേ നടന്ന് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുന്ന നല്ല സ്ഥലം, പുല്ലിൻ്റെ മണ്ടയിൽ ഇരിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും ഉണ്ടോ നോക്കി എല്ലായിടത്തും നല്ല തിരക്കാണ്. അങ്ങനെ കുറേ നടന്ന് അവസാനം സ്ഥലം കണ്ടെത്തി. അവിടെ ചെന്നപ്പോൾ പിങ്കിയും അങ്കിളും ആൻറ്റിയും എല്ലാം കൂടെ ഭയങ്കര കളി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. പിങ്കു അവിടെ ബാറ്റൊക്കെ തിന്നുമായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ കളിച്ചു. അപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ പിന്നെ നമ്മൾ കളിയൊക്കെ മതിയാക്കി തിരിച്ച് പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കാൻ നേരം നമ്മൾ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ നല്ല തിരക്ക് കണ്ടു. അവിടെ കുട്ടികളെ കൊണ്ട് വന്നിട്ട് ബാഡ്മിൻ്റനും ക്രിക്കറ്റും എന്തൊക്കെ ഗെയിം കളിക്കാമോ അതൊക്കെ അവിടെ പിള്ളേർ കളിക്കുകയാണ്. അപ്പം ഫാമിലിയായിട്ട് വന്ന് നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്പേസ് കൂടാണ്. അതിനെല്ലാം നടന്ന് അങ്ങോട്ട് ചെന്നപ്പം ജ്യൂസ് കട കണ്ടു. അപ്പോൾ പിങ്കിക്ക് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ ജ്യൂസൊക്കെ കുടിച്ചു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്